കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം. ഹലോ ബൈസേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പെറ്റ്സ് ഓഫ് ഇന്ത്യ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു വിഷമം അറിയിക്കാനാണ് നിങ്ങളടുത്ത് വന്നേക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ വിഷമത്തിന് സൊല്യൂഷൻ പറഞ്ഞു തരുമോ? ബൈസേ, നിങ്ങൾക്കറിയാമല്ലോ, ഇതാണ് എൻ്റെ അമ്മ സിംബ. എന്നോട് ഒരു സ്നേഹവുമില്ല, ഒട്ടും എന്നോട് സ്നേഹമില്ല. എന്നെ നന്നായിട്ട് നോക്കുന്നില്ല. ഞാൻ അമ്മയുടെ കൂടെ കിടക്കാൻ പോയ കിടത്തില്ല, ഫുഡ് കഴിക്കാൻ പോയ എനിക്ക് തരത്തില്ല, എന്നോട് കളിക്കാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്കറിയാത്തൊരു പഴയ കാലമുണ്ട് എനിക്ക്. എൻ്റെ അമ്മ എന്നെ കൊഞ്ചിച്ച് സ്നേഹിച്ച് പാല് തന്ന് കൊഞ്ചിച്ച് കളിപ്പിച്ച് വളർത്തിയ ഒരു കാലം. ആ കാലത്ത് എനിക്ക് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന പാട്ടേതാണെന്നറിയാമോ? കണ്ണീർ പൂവിൻ്റെ കവിളയിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടി മുങ്ങി മറുവാക്കുമിണ്ടാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തോ വിതുമ്പി എൻ്റെ പുള്ളോർ കൂടം വീണ് തേങ്ങി. കണ്ടോ, ഞാൻ അമ്മയടുത്ത് കൊഞ്ചാൻ പോയാൽ ഉടനെ അമ്മ മാറിപ്പോകും വേസ്. എനിക്ക് എന്തോ ഭയങ്കര സങ്കടം. എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഇച്ചിരി കഴിക്കാൻ ഓർത്തു, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കൈസേ. അപ്പോൾ എല്ലാ പൂച്ചകളുടെയും അമ്മമാരിങ്ങനെയാണോ വേസ്റ്റേ? എനിക്ക് അറിയത്തില്ല, എനിക്കൊന്ന് പറഞ്ഞു തരുമോ ആരേലും? പക്ഷേ വെള്ളശിശുകൂടെ കിടക്കുമ്പോൾ അമ്മയ്ക്കൊരു കുഴപ്പമില്ല. കുഞ്ഞിലെ എന്നെയും അമ്മേനെയും കണ്ടു ഗൈസ്. എന്ത് കളിയും സന്തോഷമൊക്കെ ആയിരുന്നു ആ സമയം. എന്നെ മാത്രം നോക്കി എന്നെ മാത്രം സ്നേഹിച്ച് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു അമ്മയായിരുന്നു അത്. പക്ഷെ ഇപ്പം അമ്മ മാറി ഗൈസേ. എന്തോ എനിക്ക് അറിയില്ല, അമ്മയുടെ ഈ മാറ്റം എനിക്ക് അൺസഹിക്കബിളാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണോ എല്ലാവരും? അല്ലെങ്കിൽ അമ്മയെ എന്നെക്കൊണ്ട് സ്നേഹിപ്പിക്കാൻ എന്തെങ്കിലും വഴി കൊണ്ടുവന്ന് നിങ്ങൾ പറഞ്ഞു തരാമോ ഗൈസേ? എനിക്ക് ഈ വിഷമം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങൾ തന്നെ കാണോ എൻ്റെ അമ്മ എനിക്ക് പാല് തരുന്നത് എങ്ങനെയൊക്കെയാന്ന്. അപ്പം ഇത്രയുള്ളൂ ഗൈസേ. എൻ്റെ വീഡിയോസൊക്കെ നോക്കി എനിക്ക് സൊല്യൂഷൻ പറഞ്ഞു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ബൈ ഗൈസ്.